അയ്യപ്പൻ്റെ ജന്മസ്ഥലം ഏതാ? പന്തളമല്ലേ? അവിടെ ആരാ ഭരിക്കുന്നത് ഇപ്പം? LDF ആണ്. ആ മുനിസിപ്പാലിറ്റി LDF ജയിച്ചു, തിരിച്ചു പിടിച്ചു. ശബരിമലയുള്ള പഞ്ചായത്ത് വാർഡ് ജയിച്ചത് LDF ആണ്. ആ വാർഡിൽ LDF ആണ് ജയിച്ചത്. ഇവിടെ കൊടുങ്ങല്ലൂരില്ലേ ഏറ്റവും വലിയൊരു നഗരം, വലിയത് ടെമ്പിൾ സിറ്റി, ക്ഷേത്രനഗരം ഗുരുവായൂർ. അതെല്ലാം കാണുന്നത് വിശ്വാസികൾക്ക് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്നവരല്ല, അവർക്കറിയാം. ആ തെറ്റ് കാണിച്ചവരുണ്ടെങ്കിൽ അവരാരായാലും ശരി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരും അടക്കം പന്തളത്തടക്കം ജനങ്ങൾ LDFനെ സ്വീകരിച്ചത്. അത് വെറും വാക്കല്ല. വിശ്വാസം വേറെ, വിശ്വാസഭ്രാന്ത് വേറെ, മതം വേറെ, മതമൗലികവാദം വേറെ, മത തീവ്രവാദം വേറെ. ഞങ്ങൾ വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും മാനിക്കും, മതബോധത്തെ മാനിക്കും ഞങ്ങൾ. എന്നാൽ മതഭ്രാന്തിനോട്, മത തീവ്രവാദത്തോട് ലവലേശം LDF സന്ധി ചെയ്യില്ല. ഇങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ ആർജവം LDFനെ ഉള്ളൂ. പോലീസിന്റെ ക്രൂരമായ മർദ്ദനം, പിന്നെ PMC പദ്ധതിക്ക് കൈകൊടുക്കൽ, ഇതൊക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ. പോലീസിന്റെ ക്രൂരമായ മർദ്ദനം എവിടെയൊക്കെ LDF, നിങ്ങൾ UDFിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പോലീസ് ഭീകരതയെ പറ്റി മറന്നുപോയത് നിങ്ങൾ? 10 കൊല്ലം ഇത്ര പഴയ കാലമാണോ? ഒഴിവാകല്ലോ. ഞങ്ങളുടെ പോലീസ് നയം വേറെയാണ്. അതെ, LDF പോലീസ് നയം വേറെയാണ്. അത് UDF പോലീസ് നയം തള്ളി. പോലീസിൽ ആരെങ്കിലും തമ്മാടത്തരം കാണിച്ചാൽ അതാരായാലും ശരി കുറ്റക്കാർ പിടികൂടി LDF. പക്ഷെ ഞങ്ങളുടെ നയം പോലീസിനെ ഒരു മർദ്ദകൻ ഉപാധിയാക്കലല്ല. UDF ആഴ്ചക്കാർ ഞങ്ങളെല്ലാം അടികൊണ്ടവർ എത്രയോ പ്രാവശ്യം, എപ്പോഴൊക്കെ സമരം ചെയ്താൽ ഞങ്ങളെല്ലാം, അതൊന്നും പറയണ്ട. എല്ലാ LDFകാരും UDFിൻ്റെ ഭരണകാലത്ത് നന്നായി അറിഞ്ഞു എന്താ UDF എന്ന്, എന്താ പോലീസ് നയമെന്ന്. അവകാശ പോരാട്ടങ്ങളെയും ജനകീയ സമരങ്ങളെയും വെറുത്തുകൊണ്ട് അടിച്ചമർത്തിയ നയത്തിൻ്റെ വ്യക്താക്കളാണ് UDF. അതൊരു മാലാഖയെ കണ്ട കേരളത്തെ വരെ അറിയാം. കേന്ദ്രത്തിലെ 5 ഡിപ്പാർട്ട്മെന്റുകളെ ചൊൽപ്പടിക്ക് നിർത്തി വികസനം കൊണ്ടുവരുന്നു പറഞ്ഞാളൊക്കെ തൃശ്ശൂരിന്റെ MP. ഇപ്പോ അതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ കാണുന്നതിന് ഒരു അതിനെ കുറിച്ച് അദ്ദേഹത്തെ പറ്റി നോക്കി ഞാൻ ചിരിച്ചതാണ്, അറിയാം, ചിരിച്ച വേദമാണ്. അദ്ദേഹം ചിരിപ്പിക്കുന്ന ആളായി മാറി. നല്ല സുഹൃത്താണ് അദ്ദേഹം. എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ MP കാലം. അന്നവിടെ ഞാനുമായിട്ട് രംഗമായിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൊണ്ട് ഈ സ്വീറ്റ്സൊക്കെ തരും, പലഹാരങ്ങളൊക്കെ തരും. നല്ല സുഹൃത്ത്. എനിക്കും തന്നെ എല്ലാവർക്കും തരുമായിരുന്നു. അതിന് രാഷ്ട്രീയം നോക്കില്ല, വിശേഷങ്ങൾ പറയും. ഒരു നല്ല സുഹൃത്ത്. രാഷ്ട്രീയത്തൊക്കെ പറയാറില്ലായിരുന്നു. പക്ഷെ BJPയുടെ MP ആയപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാ തമാശക്കാരനുമായി. അദ്ദേഹം പറയണമെന്നും ബാക്കിയില്ല തമാശകൾ. തമാശാ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം. എയിംസ് അവിടേക്കല്ലേ അദ്ദേഹം കൊടുത്തു. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ MP പറയുകയാണ് എയിംസ് വരേണ്ടത് ആലപ്പുഴയാണെന്ന്. കോഴിക്കോട്ട് സ്ഥലവുമായിട്ട് കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് വർഷങ്ങളായിട്ട്. 1ാം തരം സ്ഥലം, വേണ്ടത്ര വിസ്തൃതിയെല്ലാമായിട്ട് കോഴിക്കോട്ടെ ജനങ്ങളും കേരള സർക്കാരും കാത്തിരിക്കുക. തൃശ്ശൂർ MP പറയുകയാണ്, ഒരു 5-6 സ്ഥലം പറയുകയാണ്, അവിടെ എല്ലാം എയിംസ്. ലാസ്റ്റ് പറഞ്ഞു ആലപ്പുഴ തന്നെ വരേണ്ടതെന്ന്. അത് പോട്ടെ, എയിംസ് എവിടെ ഉണ്ടിപ്പം? കേരളത്തിൽ എയിംസ് എവിടെ എന്ത് കിട്ടിയില്ല? ഈ മന്ത്രി പറയണം, അടുത്ത മന്ത്രിയും പറയണം. 2 മന്ത്രിമാരുണ്ട് ഇവിടുന്ന് BJP ഗവൺമെൻറ്റിൽ. നാക്കുണ്ടോ അവർക്ക്? നാക്കും മൂക്കുമില്ലാത്ത, അവിടെ ഒരു വാക്ക് പോലും മിണ്ടാൻ കെൽപ്പില്ലാത്ത, ആ നിസ്സഹായതയെ
ഇത്തരം വാചകമടി കൊണ്ട് മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഇത്രയും മന്ത്രിമാരും എം പിമാരും എന്തിനു വേണ്ടിയാണ്?